Hello, next we will see the concept of array. Arrayയുടെ കൺസെപ്റ്റ് നോക്കുക. അറേ എന്നുള്ളത് ഒരു കളക്ഷൻ ഓഫ് വേരിയബിൾസ് ആണ്. അതിൻ്റെ ഉപയോഗം എന്നുള്ളത് ഞാനിപ്പോൾ എനിക്കൊരു 10 പേരുടെ മാർക്ക് വാങ്ങിക്കണമായിരിക്കാം. I want to store the details of marks of 10 students. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുവരെ പഠിച്ചാണെങ്കിൽ we need to create 10 variables. 10 വേരിയബിൾസ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇൻറ്റ് എ ബി സി ഡി ഇ അങ്ങനെ ഐ ഹാവ് ടു ക്രിയേറ്റ് 10 വേരിയബിൾസ്. പിന്നെ ഈ 10 ഇതിലേക്കും മാർക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സി ഇൻ എ, സി ഇൻ ബി, സി ഇൻ സി അങ്ങനെ വി ഹാവ് ടു ഗിവ് 10 ലൈൻസ് ഫോർ അക്സെപ്റ്റിംഗ് ദി വാല്യൂസ്. അപ്പോൾ അതിന് പകരം we are creating an array. Array എന്ന് പറയുമ്പോൾ array is nothing but a collection of variables. int a b c d ക്ക് പകരം ഞാനൊരു കാര്യം ചെയ്യുകയാണ്, int എന്ന് കൊടുത്തിട്ട് a10 എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ മീനിങ് എ എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിന് ദാറ്റ് വേരിയബിൾ ക്യാൻ സ്റ്റോർ 10 വാല്യൂസ് അറ്റ് 10 ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. 10 ലൊക്കേഷൻ, അപ്പോൾ 10 വേരിയബിൾസ് പോലെ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് A0, A1, A2 അങ്ങനെ പോയി A9 വരെ 10 ലൊക്കേഷൻസ്. അങ്ങനെ വി ആർ ഡിക്ലെയറിങ് ആൻ അറേ ഇൻറ്റ് A10 എന്ന് പറയുമ്പോൾ വി ആർ ഡിക്ലെയറിങ് വി ആർ അലോക്കേറ്റിംഗ് 10 വേരിയബിൾസ് വിത്ത് നെയിംസ് A0, A1, A2 എക്സെട്ര A9. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്ക് ഒരു സിംഗിൾ നെയിം മാത്രം മതി. പിന്നെ ഇതെല്ലാം അലോക്കേഷൻ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് അലോക്കേഷനാണ്. അതായത് മെമ്മറിക്കകത്ത് ഫസ്റ്റ് ലൊക്കേഷനകത്ത് A0, 2 ബൈറ്റ് കഴിയുമ്പോൾ A1, 2 ബൈറ്റ് കഴിയുമ്പോൾ A2 അങ്ങനെ ഇഫ് യു ആർ യൂസിങ് ഇൻഡിജേഴ്സ്. അപ്പോൾ അങ്ങനെ അത് കണ്ടിന്യൂസ് അലോക്കേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ നെയിം ഓർത്താൽ മതി. പിന്നെ അലോക്കേഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ അലോക്കേഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് പ്രോസസ്സിങ് കുറച്ച് ഈസി ആയിരിക്കും. പ്രോസസ്സിങ് കുറച്ച് ഈസിയാണ് എന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ A0 പകരം ഞാൻ A എന്ന് കൊടുത്താൽ ഐയുടെ വാല്യൂ ആദ്യം 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ A എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് വായിക്കാം? A0 എന്ന് വായിക്കാം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ മാറ്റി 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ A ഈസ് സെയിം ആസ് A1. അപ്പോൾ ആ ഒരു ലൈൻ മാറ്റാതെ നമുക്ക് എന്ത് മതി? ഐയുടെ വാല്യൂ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ A0, A1 എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് പിന്നെ കാണാൻ പറ്റും. വി ക്യാൻ യൂസ് ലൂപ്സ് ഫോർ പ്രോസസ്സിങ്. ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ലൂപ്പ് എന്ന് പിന്നെ പറയും. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിങ് ഈസി ആയി കിട്ടും. പ്രോസസ്സിങ് അതുപോലെ ഫാസ്റ്റായി കിട്ടും. ഫാസ്റ്റ് എന്ന് പറയാൻ കാരണം ക്യാഷ് മെമ്മറിയൊക്കെ ഉപയോഗിക്കുന്ന പ്രോസസ്സറാണ്. ഇപ്പോഴത്തെ പ്രോസസ്സറെല്ലാം ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്യാഷ് മെമ്മറി ഒരു ബ്ലോക്ക് വൈസിലായിട്ടാണ് ആക്സസ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് മൊത്തമായിട്ട് ക്യാഷിനകത്ത് കൊണ്ടുവരും. പിന്നെ ക്യാഷിനകത്ത് നിന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അറേ മൊത്തമായിട്ടും ക്യാഷിനകത്താകുമ്പോൾ പിന്നെ പ്രോസസ്സിങ് എന്തായിരിക്കും? അറേ പ്രോസസ്സിങ് എന്തായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും 10 മാർക്ക് വാങ്ങിച്ചാൽ മൈ എയിം വിൽ ബി ടു സം ദി മാർക്സ് ഓർ മൈ എയിം വിൽ ബി ടു ഫൈൻഡ് ദി ലാർജസ്റ്റ് മാർക്സ് അതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ 10 മാർക്കുകൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ആവശ്യം വരും. സോ സിൻസ് ദീസ് മാർക്സ് ആർ സ്റ്റോർഡ് ഇൻ ക്യാഷ് മെമ്മറി, ദ പ്രോസസ്സിങ് ബിക്കംസ് ഫാസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് നോക്കുക. ഒന്നാമത്തത്, വി നീഡ് ടു റിമെമ്പർ ഓൺലി വൺ നെയിം. ഒരു നെയിം ഓർത്താൽ മതി. രണ്ടാമത്തെ, it is the variables are allotted continuously and so the processing will become fast. പ്രോസസ്സിങ് ഫാസ്റ്റ് ആവും. ഞാൻ പറഞ്ഞു ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്ന സമയത്താണ്. ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രോസസ്സിങ് ഫാസ്റ്റ് ആവുന്നത്. പിന്നെ പ്രോസസ്സിങ് ഈസി ആവും. ഈസി പ്രോസസ്സിങ് ബിക്കോസ് വി ആർ യൂസിങ് ലൂപ്പ് വേരിയബിൾസ് ഫോർ പ്രോസസ്സിങ്. A അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് പ്രോസസ്സിങ് ഈസി ആവും. കോഡ് കുറയ്ക്കാൻ പറ്റും. സി ഇൻ എ, സി ഇൻ ബി, സി ഇൻ സി അങ്ങനെ 10 ലൈൻസിന് പകരം ഒരു 2-3 ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് അറേ ഉപയോഗിച്ച് ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക്
we can have small program to process. അപ്പോൾ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജുകൾ ഈ അറേക്കുണ്ട്. അപ്പോൾ ഇൻറ്റ് A10 എന്ന് പറയുമ്പോൾ ഐ ക്യാൻ യൂസ് സി ഇൻ എ ഓഫ് ഐ, സി ഇൻ എ ഓഫ് 1, സി ഇൻ എ ഓഫ് 2 എക്സെട്ര എക്സെട്ര അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ഫ്ലോട്ട് അറേസ് ഉണ്ടാവും, അതുപോലെ ക്യാരക്ടർ അറേസ് ഉണ്ടാവും. CHAR-C10 അല്ലെങ്കിൽ CHAR-name10 എന്ന് പറയുമ്പോൾ എന്താണ്, name0, name1, name2, name3 അങ്ങനെ എന്താണ് 10 ലൊക്കേഷൻസിനകത്ത് നമുക്ക് സിംഗിൾ ക്യാരക്ടർ വെച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ C++ വി ഹാവ് ദി അഡ്വാൻറ്റേജ് ഓഫ് accepting values to character array by using the array name. അങ്ങനെ ഒരു ഗുണം C++നകത്തുണ്ട്. സോ വി ക്യാൻ അക്സെപ്റ്റ് ലൈക്ക് സി ഇൻ, ഇപ്പോൾ C of 10 എന്നാണ് അറേ കൊടുത്തെങ്കിൽ സി ഇൻ C എന്ന് മാത്രം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എന്ത് പറ്റും, വി ക്യാൻ അക്സെപ്റ്റ് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ടു ദി അറേ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് CHAR C of 10 എന്ന് കൊടുത്താൽ C of 0, C of 1, C of 2 അങ്ങനെ 10 ലൊക്കേഷൻസ് ഉണ്ട്. അത് ആ ലൊക്കേഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതിനകത്ത് സി ഇൻ C എന്ന് മാത്രം കൊടുത്താൽ വി ക്യാൻ അക്സെപ്റ്റ് ക്യാരക്ടർ വാല്യൂസ് ടു ദി അറേ. സോ സി ഇൻ C can be used for accepting a collection of characters to the character array. അപ്പോൾ അങ്ങനൊരു ഗുണം C++നകത്തുണ്ട്. അപ്പോൾ വി ഹാവ് ഇൻറ്റിജർ അറേസ്, വി ഹാവ് ഫ്ലോട്ട് അറേസ്, വി ഹാവ് ക്യാരക്ടർ അറേസ്. അതുപോലെ എന്തെല്ലാം ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം എന്ത് പറ്റും, വി ക്യാൻ ഹാവ് എ അറേസ്. So we will look for a program using this. അപ്പോൾ ഇതൊരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റ് എ അതിന് പകരം ഐ ആം ചേഞ്ചിങ് ദിസ് ലൈക്ക് ദിസ്. I have to accept name, so I am using a character array. Character name is the variable name, and I am giving a 10 size for the name. Okay, then I am giving mark. So for each object I can accept a name and a mark. Okay, so while accepting we can change like this. Enter name and marks. പേരും മാർക്കും എൻ്റർ ചെയ്യാൻ പറഞ്ഞു. And I can give I can accept like this. C is for accepting the name, as I told, not C, it is name, character name. So C in name means I can accept the collection of characters to the array. C in name, then mark. അപ്പോൾ ഒരു പേരും മാർക്കും എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ വേരിയബിൾ നെയിം ആൻഡ് മാർക്കാണ്, അതുകൊണ്ട് we have to give name and mark. അപ്പോൾ കീബോർഡിനകത്തുനിന്ന് എന്ത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് കൊടുത്തോ 10 വരെ, ആ 10 കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് വരെ എന്ത് ചെയ്യും, we can give up to 10 characters to the variable name. അതുപോലെ കൊടുക്കുന്ന മാർക്കിനകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഞാനിവിടെ സി ഔട്ടിനകത്തെല്ലാം മാറ്റം വരുത്തുകയാണ്. സി ഔട്ടിനകത്ത് ഐ ആം ഔട്ട്പുട്ടിങ് ദ name and marks. Cout name, I am using /t for getting a tab, for a tab space, and mark. So the output of this display function will be the name and mark. Okay, so int main, I am creating only one object. So student s1, then I am giving s1 dot accept, then I am giving s1 dot display. Okay, so I am saving the file. Cout name mark
and end line. Okay, end line. So I am saving the file. Now going for the compilation. So we have the prompt here. I am compiling as g++ program name dot cpp. So the compilation is over. /a dot out and name and marks. So I am giving name and marks. Okay, so the output is the name ended and the marks ended. Okay, so look at the program again. The advantage is that we can have a character array, character name 10, and cin name. Cin name can be used for accepting the characters. Then I am giving mark to the accept function also. Then cout name and mark. Okay, so student s1 means I am creating one object named s1 and I am accepting values for the one student and displaying the marks of the accepted student. If I have one more student, then I can create one more object, student s1 comma s2. Then s1 dot accept will input the values of name and marks for the object s1, and s2 dot accept will accept the values for the second object, second student. s1 dot display will display the details of first student. s2 dot display will display the details of the second student. Okay, so like this we can have any number of objects s1, s2. So this s1 has two variables, name and marks. s2 has also two variables, name and mark. Okay, so the variables of s1 is not accessible to s2. s1 dot accept means while calling the function accept using s1, it is accessing the variables of s1 only. While using s2 dot accept, it means that the variables of s2 name and mark is accessible. Okay, so s1 and s2 are two separate rows as I have shown earlier. s1 is having a single first row, s2 is having the second row. Okay, so this is the logic of object and its details. Okay, so each object has name and mark. Okay.